വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. സോ കുറേ ദിവസം വീഡിയോസൊക്കെ ഒന്ന് ഇട്ടിട്ട് അപ്പം ഞാനോർത്ത് ഒരു ഫുഡ് റെസിപ്പി ഇട്ടാലോ എന്നോർത്ത്. വേറെ ഒന്നുമല്ല, എല്ലാവർക്കും അറിയാവുന്ന ഒരു സംഭവമാണ് മാഗി വിത്ത് എഗ്ഗ്. എപ്പോഴും സാധാരണ മാഗി പൊട്ടിച്ചിടുക വെള്ളത്തിൽ, അതിലേക്ക് മാഗി പൗഡർ ഇടുക, ഇങ്ങനെയല്ലേ ഞങ്ങൾ ഉണ്ടാക്കിക്കണേ. ഇന്ന് ജസ്റ്റ് ഒന്ന് കുറച്ച് വെറൈറ്റി പിടിച്ചാലോ എന്നോർത്ത്. മിക്കവർക്കും അറിയാം, ഞാൻ ഈ അടുത്താണ് ട്രൈ ചെയ്ത് തുടങ്ങിയത്. അപ്പം അറിയാത്തവർക്കും കൂടി ഒന്ന് വീഡിയോ ഷെയർ ചെയ്ത് കൊടുക്കാമെന്ന് ഓർത്തു. സോ ഇത് റെസിപ്പിയിലേക്ക് കിടന്നാലോ. ടൊമാറ്റോ ഞാൻ മാഗി വാങ്ങിച്ചായിരുന്നു. ഒരു 6 പീസ് കാണും ഇതിൽ. 75 രൂപ അങ്ങനെ എന്തോ ഉള്ളൂ. ഇത് ബഡ്ജറ്റ് കുറവായിരുന്നു. ഒരു പാത്രത്തിൻ്റെ അകത്തേക്ക് വെള്ളം, അതേപോലെ കുറച്ച് ഓയിൽ ഒഴിച്ചു കൊടുക്കാറ്. ഇത് പിടിക്കാതിരിക്കാൻ വേണ്ടി ഓയിൽ ഒഴിച്ചു കൊടുക്കണം. നേരി ഒരു ഹൈ ഫ്ലെയിമിലൂടെ വെക്കുക. വെള്ളം ചൂടായി വന്നപ്പോഴേക്കും അതിലേക്ക് ഞങ്ങൾ മാഗി പൊട്ടിച്ചിട്ട് ഒരു 4 പീസ് മാഗി ഞാൻ എടുത്തോളൂ. 4 പീസ് മാഗിക്ക് ഞാൻ മൊത്തം ഒരു 6 മുട്ടയെങ്കിലും എടുത്ത് കാണും. അപ്പം അപ്പുറത്ത് ഒരു ചട്ടി ചൂടാക്കാൻ വേണ്ടി വെച്ചിട്ടുണ്ട്. അതിലേക്ക് എണ്ണ ഒഴിച്ചു കൊടുക്കുക. ഞാൻ 6 മുട്ടയായിട്ട് എടുത്തേക്കണം. എന്തായാലും അത്രയും മുട്ട ഉണ്ടെങ്കിൽ ആ ഒരു ടേസ്റ്റും ഫ്ലേവറൊക്കെ അറിയാൻ പറ്റുള്ളൂ. 1-2 മുട്ടയൊക്കെയാണെന്ന് ഒന്നും അറിയില്ല. കുറച്ച് അവിടെ ഇവിടെയും കിടക്കണതാണ്. അങ്ങനെ മുട്ടയ്ക്ക് നന്നായിട്ട് ബീറ്റ് ചെയ്ത് അതിൽ കുറച്ച് ഉപ്പിടണേ, അല്ലെങ്കിൽ ടേസ്റ്റ് അറിയില്ല. അങ്ങനെ മാഗി കണ്ട വിട്ട് വന്നേക്കണ കണ്ട എണ്ണ ഒഴിച്ച് കഴിഞ്ഞാൽ വിട്ട് വരും. ഇല്ലെങ്കിൽ ഒട്ടി വെറുതെ പശ പോലെ ആയിരിക്കും. അപ്പോൾ കുറച്ച് വെള്ളമൊക്കെ ഞാൻ ഊറ്റിക്കളഞ്ഞ് കുറച്ച് അതിൽ തന്നെയുണ്ട്. അങ്ങനെ നമ്മുടെ എണ്ണയൊക്കെ ചൂടായി വന്നപ്പോഴേക്കും അതിലേക്ക് ഈ കലക്കി വെച്ചേക്കണം മുട്ട അതെടുത്തിട്ട് നന്നായിട്ടൊന്ന് ചിക്കി കൊടുക്കുക. നന്നായിട്ട് ചിക്കിയതിന് ശേഷം ഇതിലേക്ക് ആ മാഗി പൊടിയും കൂടി ഇട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക. മിക്സ് ചെയ്തതിന് ശേഷമാണ് ഞങ്ങളുടെ ഈ മാഗി കുറച്ചായിട്ട് മിക്സ് ചെയ്ത് ഓവറായിട്ട് ഇളക്കരുത്. ജസ്റ്റ് ഒന്ന് വിടിപ്പിച്ച് കൊടുക്കണം. എന്താ വെച്ചാൽ എല്ലായിടത്തും ഈ മസാല എത്താൻ വേണ്ടിയിട്ട് അങ്ങനെ വിടിപ്പിച്ച് കൊടുത്തു കഴിഞ്ഞാൽ ഞങ്ങളുടെ മാഗി റെഡിയായി. പിന്നെ അധികം നേരം ഒന്നും ഗ്യാസിൽ വെക്കണ്ട. ജസ്റ്റ് ആ ഒരു മിക്സ് ചെയ്യുന്ന സമയത്ത് മാത്രമുള്ള ഒരു ആ ചൂട് മതി. അത് കഴിഞ്ഞാൽ ഗ്യാസ് ഓഫ് ചെയ്യുക. അപ്പോൾ ഞങ്ങളുടെ നല്ല ടേസ്റ്റി ആയിട്ടുള്ള നല്ല എഗ് മാഗി ഇവിടെ റെഡി ആയിട്ടുണ്ട്.